ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എൻട്രിയുടെ ടെക്നിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കറിയാം നമ്മുടെ അപ്കമിങ് എക്സാംസ് ഒക്കെ വന്നിട്ടുണ്ട്. AE ആണെങ്കിലും ഓവർസിയർ ലെവലാണെങ്കിലും എക്സാംസ് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ AE ലെവലിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് മെക്കാനിക്സ് ഓഫ് സോളിഡ്സിന്റെ എസ്പെഷ്യലി യൂണിറ്റ് കൺവേർഷൻ എല്ലാവർക്കും കൺഫ്യൂഷൻ ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ കൺഫ്യൂസിങ് ആയിട്ട് കുറച്ച് പോർഷൻസ് വരുന്നതാണ് യൂണിറ്റ് കൺവേർഷൻ. നമുക്ക് ഓവർസിയർ ഗ്രേഡ് 1 എക്സാമിന് വലിയ അങ്ങനെ കൺവേർഷൻസ് ചോദിക്കാറില്ലെങ്കിൽ കൂടി ബേസിക് ഐഡിയാസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ചിലപ്പോൾ യൂണിറ്റ് കൺവേർഷനുള്ള പ്രോബ്ലങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പോയിന്റ്സ് അതിൽ നിന്ന് റിലേറ്റഡ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. എസ്പെഷ്യലി നമ്മൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മെക്കാനിക്സ് സോൾസിലെ സ്ട്രെസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മൾ പാസ്കൽ പറയും, മെഗാ പാസ്കൽ പറയും, ജിഗാ പാസ്കൽ പറയും. പക്ഷെ നമുക്ക് ഇതെല്ലാം തമ്മിൽ കൺഫ്യൂഷനാണ്. കാര്യം പലതും നമ്മൾ കാണാൻ പഠിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പം ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാനൊരു ഗ്യാരണ്ടി തരാം. ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് സ്ട്രെസ് എന്ന് പറയുന്നതിന്റെ യൂണിറ്റ്സ് തമ്മിൽ ഒരു തരത്തിലുള്ള കൺഫ്യൂഷനും വരത്തില്ല. കാര്യം നമ്മളിവിടെ കാര്യം എന്താണ് ഒരു യൂണിറ്റ്, ആ യൂണിറ്റ് എങ്ങനെ കൺവേർട്ടായി, എന്തുകൊണ്ട് ആ ഫാക്ടർ 10⁻³ ആണെങ്കിൽ അത് വന്നു, അല്ലെങ്കിൽ 10⁻, ആ ഒരു കാര്യമാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും മറക്കത്തില്ല. അപ്പൊ നമുക്ക് ആദ്യം സ്ട്രെസ് നോക്കാമേ. അപ്പൊ ഫസ്റ്റ് നമുക്ക് സ്ട്രെസ്സിന്റെ യൂണിറ്റ്സ് ആണ്. നമുക്കറിയാം സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റിംഗ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ആണ്. അതായത് ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടണും ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയറും ആയതുകൊണ്ട് സ്ട്രെസ്സിന്റെ നമുക്ക് ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, അതായത് ഒരു മീറ്റർ സ്ക്വയർ ഏരിയയിൽ ആക്ട് ചെയ്യുന്ന റെസിസ്റ്റിംഗ് ഫോഴ്സ്, അതാണ് നമ്മുടെ സ്ട്രെസ് എന്ന് പറയുന്ന ഡെഫിനിഷൻ പോലും. സോ സ്ട്രെസ് ഇസ് ഈക്വൽ ടു സ്ട്രെസ്സിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഈ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പാസ്കൽ. എന്ന് വിളിക്കും നമ്മൾ പാസ്കൽ എന്ന് വിളിക്കും. അപ്പൊ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ സിംപ്ലി കോൾഡ് ആസ് പാസ്കൽ. പാസ്കൽ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പം ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിന്റെ പേരാണ് പാസ്കൽ. പാസ്കൽ ക്ലിയർ ആണല്ലോ, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഇനി അടുത്ത രണ്ടാമത്തെ ആളാണ് മെഗാ പാസ്കൽ. ഓക്കെ, മെഗാ പാസ്കൽ. മെഗാ എന്ന് പറഞ്ഞാൽ 10⁻⁶ ആണ്. ഓർക്കുക, മെഗാ എന്ന് പറഞ്ഞാൽ 10⁻⁶ ആണ്. ഓക്കെ, അപ്പം അത് ഓർത്തു വെക്കാൻ ഞാൻ ഒരു എളുപ്പ വഴി പറയാം. മെഗാ ബൈറ്റ് എന്ന് പറഞ്ഞ പണ്ടൊരു മിഠായി കിട്ടുമായിരുന്നു. അത് 6 രൂപ എന്തോ, ഒരു ചെറിയൊരു മഞ്ച് പോലത്തെ ആദ്യം പണ്ടുകാലത്ത് ഇറങ്ങിയൊരു ചോക്ലേറ്റ് ആണ്. നിങ്ങൾ മെഗാ ബൈറ്റ് 6 രൂപ അങ്ങനെ ഓർത്തു. അപ്പം മെഗാ എന്ന് പറഞ്ഞാൽ 10⁻⁶ ആണ്. അതായത് മെഗാ ബൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁻⁶ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. സോറി, മെഗാ ബൈറ്റ് അല്ല, മെഗാ പാസ്കൽ എന്ന് പറഞ്ഞാൽ 10⁻⁶ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, ഇനി ഞാൻ 10⁻⁶ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിനെ മില്ലിമീറ്റർ സ്ക്വയറിലേക്ക് മാറ്റുവാണ്. മീറ്ററിനെ മില്ലിമീറ്റർ ആക്കാനുള്ള കൺവേർഷൻ ഫാക്ടർ ആണ് 10⁻�3. മീറ്ററിനെ മില്ലിമീറ്റർ ആക്കാൻ 10⁻3. അപ്പം മീറ്റർ സ്ക്വയറിനെ മില്ലിമീറ്റർ സ്ക്വയർ ആക്കാൻ എന്ത് ചെയ്യണം? 10⁻3 ദ ഹോൾ സ്ക്വയർ, അതായത് ഡിവൈഡഡ് ബൈ 10⁻⁶ മില്ലിമീറ്റർ സ്ക്വയർ. സോ രണ്ടും ക്യാൻസൽ ചെയ്ത് നമുക്ക് മെഗാ പാസ്കൽ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ. അപ്പം ഇവിടെ മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങൾ. ഒന്ന്, മെഗാ പാസ്കൽ എന്ന് പറഞ്ഞാൽ 10⁻⁶ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറും that is equal to 1 ന്യൂട്ടൺ പെർ mm സ്ക്വയർ. എങ്ങനെയാണ് 1 ന്യൂട്ടൺ പെർ mm സ്ക്വയർ വന്നത്? ഈ മീറ്റർ സ്ക്വയറിനെ മില്ലിമീറ്റർ സ്ക്വയർ ആയിട്ട് കൺവേർട്ട് ചെയ്തപ്പോൾ വന്ന 10⁻⁶ കൂടെ കൺസിഡർ ചെയ്യും. ഓക്കെ, അപ്പം മെഗാ പാസ്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁻⁶ പാസ്കൽ ആണ്. ഓക്കെ, അതായത് 10⁻⁶ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. അത് ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയറിലേക്ക് മാറ്റുമ്പോൾ 1 ന്യൂട്ടൺ പെർ mm സ്ക്വയർ. അതായത് മെഗാ പാസ്കൽ എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ പെർ mm സ്ക്വയർ ആണ്. ഓക്കെ, അടുത്തത് ജിഗാ പാസ്കൽ ആണ്. ഓക്കെ, ജിഗാ പാസ്കൽ എന്ന് പറഞ്ഞാൽ 10⁻⁹ ആണ്. മെഗാ 10⁻⁶ ആണെങ്കിൽ ജിഗ എന്ന് പറഞ്ഞാൽ 10⁻⁹ ആണ്. ഓക്കെ, ജിഗ എന്ന് പറഞ്ഞാൽ 10⁻⁹ ആണ്. 10⁻⁹ എന്താണ്? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഇനി ഞാൻ ഇതിനെ മില്ലിമീറ്റർ സ്ക്വയർ ആക്കുമ്പോൾ 10⁻⁹ ഡിവൈഡഡ് ബൈ 10⁻3 ആണ്. മീറ്ററിനെ മില്ലിമീറ്റർ ആക്കാൻ, മില്ലിമീറ്റർ സ്ക്വയർ ആക്കാൻ എന്ത് ചെയ്യണം? 10⁻3 ദ ഹോൾ സ്ക്വയർ മില്ലിമീറ്റർ സ്ക്വയർ. അതായത് 10⁻⁹ ബൈ 10⁻⁶ ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ. ദാറ്റ് ഇസ് 10⁻3 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ. അപ്പൊ മെഗാ പാസ്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയറിന് ഈക്വൽ ആണെങ്കിൽ ജിഗാ പാസ്കൽ എന്ന് പറഞ്ഞാൽ 10⁻3 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയറിന് ഈക്വൽ ആണ്. അഥവാ 10⁻9 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിന് ഈക്വൽ ആണ്. ആര്? ജിഗാ പാസ്കൽ. ഓക്കെ, മെഗാ പാസ്കലോ 10⁻⁶ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിന് ഈക്വൽ ആണ്, അല്ലെങ്കിൽ വെറും ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയറിന് ഈക്വൽ ആണ്.
ഓക്കെ, അപ്പം പാസ്കൽ പറഞ്ഞു, മെഗാ പാസ്കൽ പറഞ്ഞു, ജിഗാ പാസ്കൽ പറഞ്ഞു. ഓക്കെ, ഇനി രണ്ടുപേരും കൂടി ഒന്ന് അറിഞ്ഞിരിക്കണം, മില്ലിയും മൈക്രോയും. ഓക്കെ, മില്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁻³ എന്ന് പറയുന്ന ഫാക്ടർ വരുന്നതാണ്. ആൻഡ് മൈക്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁻⁻6 എന്ന് പറയുന്ന ഫാക്ടർ. സോ ഇതിൽ നിന്ന് സ്ട്രെസ്സിന്റെ യൂണിറ്റ്സ് മനസ്സിലായി കാണുമല്ലോ. അപ്പം നമുക്ക് സ്ട്രെസ് ഇപ്പൊ ജിഗാ പാസ്കലിലാണ് തന്നിരിക്കുന്നതെങ്കിൽ അതിനെ മെഗാ പാസ്കൽ അഥവാ ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയറിലോട്ടാണ് കൺവേർട്ട് ചെയ്യണമെങ്കിൽ വെറും 10⁻³ ഇട്ട് കൊടുക്കുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഈ കാരണം സഹിതം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയുള്ള കൺവേർഷൻസ് തെറ്റാതെ ചെയ്യാൻ പറ്റും. സോ ഇതുപോലെയുള്ള കൂടുതൽ കണ്ടന്റ്സ് കിട്ടാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. താങ്ക് യു.